ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ്. കർത്താവ് ഉത്ഥാനം ചെയ്തതിൻ്റെ 40-ാം നാൾ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. ചിലയിടങ്ങളിൽ ആ വ്യാഴാഴ്ച തന്നെയാണ് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടിയത്. എന്നാൽ നമ്മൾ അത് കൊണ്ടാടുന്നത് അതിൻ്റെ പിറ്റേ ഞായറാഴ്ച ഇന്നാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണല്ലോ. മാത്രമല്ല, കർത്താവിൻ്റെ ഈ തിരുനാളിൽ കൂടുതൽ പേർക്ക് ഈ അനുഷ്ഠാനത്തിൽ ദിവ്യകുർബാനയിൽ പങ്കുചേരുവാൻ അവസരം കിട്ടാൻ വേണ്ടി കൂടെയാണ് ഈ തിരുനാൾ ഈ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തിനാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് എന്നാണ്. 5 ഉത്തരങ്ങളാണ് അതിനുള്ളത്. ഇന്നത്തെ വായനകളൊക്കെ അത് വെളിവാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം അടഞ്ഞുപോയ പർദീസായുടെ കവാടം, സ്വർഗത്തിൻ്റെ കവാടം മനുഷ്യവർഗത്തിന് വേണ്ടി വീണ്ടും തുറക്കാനാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അങ്ങനെ അടഞ്ഞ ആ സ്വർഗത്തിൻ്റെ വാതിൽ കർത്താവ് തുറന്നു തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ. രണ്ടാമത്തേത്, സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്ക് വേണ്ടി ഇടം സജ്ജമാക്കാൻ കർത്താവ് പോയി. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തത് നമ്മളെ അനാഥരായി വിടാനല്ല, പിന്നെയോ നമുക്ക് വേണ്ടി പിതാവിൻ്റെ ഭവനത്തിൽ ഒരു ഇടം സജ്ജമാക്കാനാണ്. ആ ഇടം സജ്ജമായി കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 3-ാമത്തെ കാരണം, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് മനുഷ്യവർഗത്തിന് വേണ്ടി മുഴുവനും മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി, നമ്മളെ അറിയുന്ന, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ കർത്താവ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. നമ്മൾ വിശുദ്ധരൊക്കെ മധ്യസ്ഥരെന്ന് നമ്മൾ പറയാറുണ്ട്. അവരൊക്കെ മധ്യസ്ഥരായിരിക്കുന്നത് യഥാർത്ഥ മധ്യസ്ഥനായ ഈശോയോട് ഒന്നുചേരുന്നതിലൂടെയാണ്. ആ രീതിയിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. എവിടെ നിന്നും കർത്താവ് വന്നോ അവിടേക്ക് അവിടുന്ന് തിരിച്ചു പോവുകയാണ് അവിടെ ചെയ്തത്. 4-ാമത്തേത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അയക്കാനാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഈശോ പറയാണ്, ഞാൻ പോയില്ല എങ്കിൽ സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ സാധിക്കുകയില്ല. അവിടെയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, കർത്താവ് ശാരീരികമായി അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു എങ്കിലും ആ കർത്താവ് അവരുടെ കൂടെ ഇല്ലാതാകുന്നില്ല. കർത്താവ് പറയുന്നില്ലേ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. തൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിലൂടെയാണ് കർത്താവ് നമുക്ക് വീണ്ടും സന്നിഹിതനാവുക. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഓരോ ദിവ്യ കുർബാനയിലൂടെയും കർത്താവ് നമുക്ക് സന്നിഹിതനാവുകയാണ്. ഓരോ കൂദാശകളിലൂടെയും, തിരുസഭയിലൂടെയും, ബൈബിളിലൂടെയും എല്ലാം പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് സന്നിഹിതനായി നമ്മുടെ കൂടെയുണ്ട്. നാം കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലും ഈശോയുണ്ട് എന്ന് ഈശോ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. ഈ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് സൗളിനെ വിളിച്ച് ചോദിക്കുന്നത്, സൗളെ സൗളെ നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ പൗലോസ് ഈശോയെ, സഭയെ പീഡിപ്പിച്ച് കൊണ്ടിരുന്നപ്പോഴാണ് ആ ചോദ്യം. കാരണം അവിടെ ഈശോ പറയുന്നത് ആ സഭയിലൂടെ ഈശോ സന്നിഹിതനാണ് എന്നുള്ളതാണ്. 5-ാമതായി പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് വീണ്ടും വരാൻ വേണ്ടിയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ 2 മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ശിഷ്യരോട് പറയുകയാണ്, അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടല്ലോ, അവൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് പറയുകയാണ്. അപ്പോൾ പോയില്ല എങ്കിൽ തിരിച്ചു വരാൻ പറ്റുകയില്ലല്ലോ. ആ രീതിയിൽ കർത്താവ് പോയത് തിരിച്ചു വരാൻ വേണ്ടിയാണ്. അങ്ങനെ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ ആ ഉത്ഥാനം ഒരു വിധത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്. അതോടൊപ്പം തന്നെ ഈശോയുടെ ഉത്ഥാനത്തിൽ ആരംഭിച്ച മഹത്വീകരണം വേണമെങ്കിൽ പറയാം. കുരിശിൽ ഉയർത്തപ്പെട്ടവൻ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടു ഉത്ഥാനത്തിൽ, എന്നിട്ട് ഈ ലോകത്തു നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു സ്വർഗാരോഹണത്തിൽ.
ഇവിടെ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ പൂർണ്ണതയാണ്. എന്നിട്ട് നമ്മളോട് അവിടെ അതിലൂടെ പറയുന്നത് ഇതാണ്, ഈ ഈശോയുടെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, വിശ്വാസത്തിലൂടെ നമ്മൾ ഈശോയുടെ ഒന്നായിത്തീരുമ്പോൾ അവിടുത്തെ മഹത്വത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ഈശോയുടെ ആ സ്വർഗാരോഹണം പ്രിയപ്പെട്ടവരെ നമുക്ക് തരികയാണ്. ഇനി എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഈ സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഈശോയുടെ സ്വർഗാരോഹണം വരെ അവിടുന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്തോ, എന്തെല്ലാം പറഞ്ഞോ, എങ്ങനെയെല്ലാം ജീവിച്ചോ, എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടോ, എങ്ങനെയെല്ലാം സ്നേഹിച്ചോ, അത് നമ്മിലൂടെ കർത്താവിന് തുടരണം. അതിനു വേണ്ടിയാണ്. ഇപ്പം ഒരു വിധത്തിൽ ഈ ലോകത്തിലെ കർത്താവിന് ശാരീരികമായ സാന്നിധ്യം ഇല്ല എങ്കിൽ പോലും നാം ഓരോരുത്തരിലൂടെയും ഈശോ ഈ ലോകത്തിലെ സന്നിഹിതനാണ്. കർത്താവ് എന്തെല്ലാം ചെയ്തോ അത് നമ്മൾ ലോകത്തിൽ തുടരണം, ലോകം മുഴുവനും വ്യാപിപ്പിക്കണം. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ പഠിപ്പിച്ചു, തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചു, എന്നിട്ട് നമുക്ക് നിർദ്ദേശം നൽകി, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പം ആ രീതിയിൽ കർത്താവ് ആരംഭിച്ച, ഒരു വിധത്തിൽ കർത്താവ് പൂർത്തീകരിച്ചത് അതിൻ്റെ യഥാർത്ഥമായ പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ലോകത്തെയും മനുഷ്യവർഗത്തെ മുഴുവനും ആനയിക്കുവാനുള്ള വലിയ ദൗത്യം ഈശോ നമ്മളെ ഏൽപ്പിക്കുക. ഈ CLCയുടെ പ്രാർത്ഥനയുണ്ട്, കർത്താവേ, അങ്ങയുടെ ശരീരമൊഴികെ ഈ ലോകത്തിൽ അങ്ങേക്ക് ശരീരമില്ല, അങ്ങയുടെ കരങ്ങൾ ഒഴികെ ഈ ലോകത്തിൽ അങ്ങേക്ക് കരങ്ങളില്ല, ഞങ്ങളുടെ കൈകൾ ഒഴികെ. ആ രീതിയിൽ പറയുന്നുണ്ട്, നന്മ ചെയ്ത് ചുറ്റി നടക്കുവാൻ അങ്ങേക്ക് സ്വന്തമായ കാലുകളില്ല, ഞങ്ങളുടെ കാലുകൾ ഒഴികെ. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ദൗത്യമാണ് ഈശോനാഥൻ തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എൻ്റെ മഹത്വത്തിൽ പങ്കുചേരും, ഞാൻ നിങ്ങളെ എൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തും. ഞാൻ ഇവിടെ തുടങ്ങി വെച്ചത് നിങ്ങൾ ലോകം മുഴുവനും വ്യാപിപ്പിക്കണം. ആ ഒരു വലിയ ദൗത്യം പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുക. കർത്താവിൻ്റെ സ്നേഹം പകർന്ന്, കർത്താവിൻ്റെ വചനം പഠിപ്പിച്ച്, കർത്താവിൻ്റെ അനുഗ്രഹം പങ്കുവെച്ച്, പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ജീവിതം ഈ ലോകത്തിൽ ജീവിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തിൽ ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ സ്വർഗാരോഹണത്തിന് ശേഷം നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈശോ നമുക്ക് സന്നിഹിതനാണ്, പ്രതീകങ്ങളിലൂടെ എന്ന് വേണേൽ പറയാം, കൂദാശകളിലൂടെ എന്ന് പറയാം, മറ്റു മനുഷ്യരിലൂടെ എന്ന് പറയാം, ചരിത്ര സംഭവങ്ങളിലൂടെ എന്ന് പറയാം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് സന്നിഹിതനാകുന്ന ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റുവാനും, അവിടുത്തെ പ്രവർത്തനം പൂർത്തീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപാവരം കർത്താവ് നമുക്കെല്ലാം ഏകുമാറാകട്ടെ. ആമേൻ.